അപ്പൊ നമ്മള് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അടുത്ത കളക്ഷൻ ആയിട്ടാണ് സെറ്റ്. ഓക്കെ, ഇപ്പൊ ഏതൊക്കെ നോക്കി? ലിസ്റ്റ് നോക്കി, ടപ്പിള്, റേഞ്ച്, ഡിക്ഷണറി, ഇത്രയും നമ്മൾ നോക്കി അല്ലെ? അപ്പൊ ഇനി അടുത്ത കളക്ഷൻ ആയിട്ട് ഏതാ? സെറ്റ് ആണ്. സെറ്റ് എന്ന് പറയുന്നത് ഒരു അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അപ്പൊ എന്താ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ലിസ്റ്റ് ഒക്കെ എന്തായിരുന്നു? ഓർഡേർഡ് കളക്ഷൻ ആയിരുന്നു അല്ലെ? നമ്മളിപ്പോ ഒരു ഓർഡറിൽ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത് പ്രിന്റ് ചെയ്യിക്കും അല്ലെ? അതിന് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. സെറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അപ്പൊ എന്താ അൺഓർഡേർഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ഇപ്പൊ നോക്കാം. എന്തോ? പ്രിന്റ് ചെയ്യുമ്പോൾ ഓർഡർ അല്ലാതെ വരും. അല്ല, നമ്മൾ കൊടുത്ത ഓർഡറിൽ തന്നെ എന്താവണമെന്നില്ല, ഔട്ട്പുട്ട് വരണം എന്നില്ല അല്ലെ? അതിനെ നമ്മൾ എന്ത് പറയുന്നത്? അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരുന്നു അല്ലെ? ഡിക്ഷണറി ആണെങ്കിൽ എന്തായിരുന്നു? കേളി ബ്രാക്കറ്റിനകത്തായിരുന്നു. സെറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിൽ തന്നെയാണ്? കേളി ബ്രാക്കറ്റിനകത്ത് തന്നെയാണ്. ഓക്കെ, കേളി ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്ത് കൊടുത്തു നോക്കാം? ഞാൻ സെറ്റിന്റെ പേര് എ എന്ന് കൊടുത്തു, അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊടുത്തു, എന്ത് ചെയ്തു? കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? എലമെന്റ്സ് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് എന്ത്? സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഞാനിപ്പോ ഇവിടെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെ എന്ത് ചെയ്യിക്കുവാണ്? പ്രിന്റ് ചെയ്യിക്കുവാണ്. പ്രിന്റ് കാണുന്നില്ല, സ്ക്രീൻ ഷെയർ ആവുന്നില്ല. കേട്ടോ. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ഓക്കെ, ഇപ്പൊ ഷെയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ നോക്കുക, ഞാൻ എന്ത് കൊടുത്തു? പ്രിന്റ് എ എന്ന് കൊടുത്തു. ഔട്ട്പുട്ട് നോക്കിയേ. ഞാൻ കൊടുത്ത ഓർഡറിലാണോ എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്? അല്ല. അതുകൊണ്ടാണ് ഞാൻ എന്താ പറഞ്ഞത്? സെറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. നമ്മൾ കൊടുക്കുന്ന അതേ ഓർഡറിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം എന്നില്ല. ഇനി പറയാനുള്ളത് 2 പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എന്താ? സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും കേളി ബ്രാക്കറ്റിനകത്തായിരിക്കും. അപ്പൊ ഒരു എം ടി സെറ്റ് എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുക? എങ്ങനെയാ ഒരു എം ടി സെറ്റ് ക്രിയേറ്റ് ചെയ്യുക? എന്താ? അറിയില്ല. എം ടി ലിസ്റ്റ് എങ്ങനെയായിരുന്നു? മറ്റേ വെറുതെ ബോക്സ്. സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെറുതെ. അപ്പൊ അതെന്തായി? എം ടി ലിസ്റ്റ് ആയി. എം ടി ഡിക്ഷണറിയോ? ഓക്കെ, അപ്പൊ എം ടി സെറ്റോ? ഇത് എം ടി സെറ്റ് ആണോ? ഡിക്ഷണറി. ഏ ഡിക്ഷണറി ഇല്ലേ? ഇത് എം ടി ഡിക്ഷണറി ആണ് അല്ലെ? എം ടി സെറ്റ് ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ്. ഇതാണ് എന്ത്? എം ടി സെറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പം എന്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പ്രിന്റ് ടൈപ്പ് ഓഫ് എ. അത് ഏത് ടൈപ്പ് ആയിരിക്കും? സെറ്റ് ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു എം ടി സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറയാനുള്ളത്, നമുക്ക് സെറ്റിൽ എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ് ആയിരിക്കും. അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് ഉണ്ടാവില്ല. ഏതില്? സെറ്റില്. ഇപ്പൊ നോക്കാം, ഞാനിപ്പം എ ഈക്വൽ ടു കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ് കൂടെ കൊടുത്തിട്ട് ഞാൻ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്? ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ കുറെ ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് ഉണ്ട്. ഞാൻ ഇനി പ്രിന്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കും പ്രിന്റ് ചെയ്ത് വരുമോ? ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സിനൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. കണ്ടോ? 8, 3, 7 3 എലമെന്റേ ഉള്ളൂ. ബാക്കി ഇവിടുന്നൊക്കെ എന്താ? ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. അതൊക്കെ എന്തായിട്ടുണ്ട്? റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് എന്തെന്നെയാ? ഒരു മ്യൂട്ടബിൾ കളക്ഷൻ ഐറ്റം തന്നെയാണ്. എന്താ മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? പുതിയ എലമെന്റ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പൊ ലിസ്റ്റ് എന്താ? ഒരു മ്യൂട്ടബിൾ കളക്ഷൻ ഐറ്റം തന്നെയാണ്. ഓക്കെ ആണോ? ഇനി ലിസ്റ്റ് സെറ്റ് സോറി ലിസ്റ്റ് അല്ല കേട്ടോ. സെറ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ബേസ്ഡ് ആണോ? അല്ല. എന്തുകൊണ്ടല്ല എന്ന് പറയുന്നത്? ഡ്യൂപ്ലിക്കേറ്റ്സ് എടുക്കൂലല്ലോ. എന്താ?
ഡ്യൂപ്ലിക്കേറ്റ്സ് പോലെ നമ്മൾ കൊടുത്താലും എടുക്കാൻ പറ്റൂലല്ലോ. ഡ്യൂപ്ലിക്കേറ്റ്സ് വരുമ്പോ എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, സെറ്റിന് എന്തില്ല, ഒരു ഓർഡർ ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് ഓർഡർ ഇല്ലാത്തതിനെ ഇന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇല്ല. ഓൾറെഡി കളക്ഷൻ ആയിട്ട് ആയതുകൊണ്ട് തന്നെ സെറ്റ് എന്ന് പറയുന്നത് എന്തല്ല, ഇൻഡെക്സ് ബേസ്ഡ് കളക്ഷൻ ആയിട്ട് അല്ല. ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സെറ്റിൽ പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു സെറ്റ് ഒരു മ്യൂട്ടബിൾ കളക്ഷൻ ആയിട്ടാണെന്ന് പറഞ്ഞു. മ്യൂട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറ്റണം, അതിനകത്തോട്ട് പുതിയ വാല്യൂസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റണം അല്ലെ? അപ്പൊ എങ്ങനെയാണ് പുതിയ എലമെന്റ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് റിമൂവ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ അപ്പൻഡ് ഫംഗ്ഷൻ വെച്ചിട്ട് ആഡ് ചെയ്യുന്നത് പോലെ സെറ്റിനകത്തോട്ട് നമ്മൾ പുതിയ എലമെന്റ് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, ആഡ് ഫംഗ്ഷൻ. അപ്പൊ നോക്കാം, എനിക്കിപ്പം ഈ എ എന്ന് പറയുന്ന സെറ്റിനകത്തോട്ട് ഇപ്പൊ 10 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്താൽ മതി, സെറ്റിന്റെ പേര് കൊടുക്കുക, ഡോട്ട് ആഡ് ഫംഗ്ഷൻ കൊടുത്തു. ഇതിനകത്ത് ഞാൻ എന്ത് കൊടുത്തു, 10 കൊടുത്തു. അതിനുശേഷം ഞാൻ എനെ പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറ്റിൽ ആര് കൂടി ആഡ് ആവും, 10 എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടി ആഡ് ആവും. കണ്ടോ, ഇപ്പൊ എന്തായി, 10 ആഡ് ചെയ്തു. ഇനിയിപ്പോ നോക്കി, 10 എന്ന് പറയുന്നത് സെറ്റിന്റെ ആദ്യം അവസാനം ഒന്നും അല്ല ആഡ് ആയിട്ടുള്ളത്, അതിനെവിടെയാണ് ഇപ്പൊ നമുക്കത് ഓരോ പ്രാവശ്യം റൺ ചെയ്തെങ്കിൽ ഇതേ സ്ഥലത്ത് തന്നെ ആഡ് ആവണം എന്നൊന്നുമില്ല. ഇനിയിപ്പോ ഞാൻ വേറൊരു നമ്പറാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ടായിരിക്കും ആഡ് ആവുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു അൺഓർഡേർഡ് കളക്ഷൻ ആയിട്ടാണെന്ന് പറയാൻ കാരണം. ഓക്കെ, ഇപ്പൊ നോക്കിയ 1 എവിടെ ആഡ് ആയിട്ടുള്ളത്, ലാസ്റ്റ് ആഡ് ആയി. നേരത്തെ 10 എവിടെയായിരുന്നു, രണ്ടാമത്തെ പൊസിഷനിലായിരുന്നു ഉണ്ടായത്. ഇപ്പൊ ഞാൻ റൺ ചെയ്തപ്പോ 10 എവിടെ വന്നു, ലാസ്റ്റ് പൊസിഷനിലോട്ട് വന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സെറ്റിനകത്തോട്ട് നമ്പർ ആഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ചോദിക്കുവാണ്, എന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ ഇത് കളഞ്ഞു. എനിക്കിപ്പം എസ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിൽ എന്തുണ്ട്, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സും ഉണ്ട് അല്ലെ? എനിക്ക് ഈ ലിസ്റ്റിനകത്തോണ്ട് എന്ത് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം, ഒന്നുകിൽ ഏതെങ്കിലും ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം അല്ലെ? ഏതെങ്കിലും എലമെന്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് ആ രീതിയിൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ സെറ്റ് പഠിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, സെറ്റിൽ എന്ത് വരില്ല, ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലിസ്റ്റിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെ? നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് അറിയാം, നമുക്ക് ഡാറ്റ ടൈപ്പിനെ തമ്മിൽ ചേഞ്ച് ചെയ്യാന്നറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഈ ഒരു ലിസ്റ്റിനെ സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് ഒക്കെ റിമൂവ് ആവും അല്ലെ? അപ്പൊ ഈ റിമൂവ് ആയ സെറ്റിനെ പിന്നെ എന്ത് ചെയ്താൽ മതി, ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ എന്തുണ്ടാവില്ല, ഈ എസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നോക്കാലോ, ഞാൻ ഇപ്പൊ എ എന്ന് പറയുന്ന ലിസ്റ്റിനെ എ എന്ന് പറയുന്ന സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. എന്ത് ചെയ്താൽ മതി, എ ഈക്വൽ ടു സെറ്റ് ഓഫ് എന്ത് കൊടുത്തു, എസ് എന്ന് കൊടുത്തു അല്ലെ? ഇപ്പൊ ഞാൻ പ്രിന്റ് എ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക, പുതിയൊരു സെറ്റ് ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ റിമൂവ് ആയിട്ടുള്ള പുതിയൊരു സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ എ എന്ന് പറഞ്ഞ സെറ്റിനെ പിന്നെ എന്ത് ചെയ്താൽ മതി, എസ് എന്ന് പറഞ്ഞ ലിസ്റ്റിലോട്ട് പിന്നെയും കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ പോലെ. എന്ത് ചെയ്താൽ മതി, എസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് എ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഞാൻ എസിനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും ഇല്ലാത്ത പുതിയൊരു ലിസ്റ്റ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. കണ്ടോ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കാം, ഞാൻ നേരത്തെ കൊടുത്ത പോലെ ഒരു സെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുവാണ്. എസ് ഈക്വൽ ടു കുറച്ച് എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ പുതിയ ഒരു എലമെന്റ് ആഡ് ചെയ്യാന്ന് പഠിച്ചു അല്ലെ? നമുക്ക് അതേപോലെ എന്ത് ചെയ്യണം, ഒരു എലമെന്റ് എങ്ങനെയാ ഡിലീറ്റ് ചെയ്യാന്ന് നോക്കണ്ടേ? അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്തെന്നാ, പോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്താൽ മതി, എസ് ഡോട്ട് പോപ്പ്. ഓക്കെ, ഈ പോപ്പ് വെച്ച് ഡിലീറ്റ് ആവുന്നത് എന്താന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ ഞാൻ എസിനെ പ്രിന്റ് ചെയ്യിക്കുന്ന സമയത്ത് ഞാനിപ്പോ പ്രിന്റ് എസ് എന്ന് കൊടുത്തു. ഈ പ്രിന്റ് എസ് എന്ന് കൊടുക്കുമ്പോൾ എന്താണോ ഫസ്റ്റ് ആയിട്ട് വരുന്ന എലമെന്റ്, ഇപ്പൊ നോക്കാം, ഞാൻ പ്രിന്റ് എസ് കൊടുത്തപ്പോ എനിക്ക് 2 4 6 7 9 ഈ ഒരു ഓർഡറിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അല്ലെ? അതായത് ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് എന്താ, 2 ആണ്. അപ്പൊ ഞാൻ ഈ ഒരു സെറ്റിലോട്ട് ഇനി പോപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, പോപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എലമെന്റ് ആയിരിക്കും ഡിലീറ്റ് ആയി പോവുക. ഓക്കെ, പ്രിന്റ് ചെയ്ത് വന്നതിന് ശേഷം ഏതാണോ ഫസ്റ്റ് എലമെന്റ് ഉള്ളത് അതായിരിക്കും ഡിലീറ്റ് ആയി പോവുക. കണ്ടോ, ഇപ്പൊ ഏത് ഡിലീറ്റ് ആയി പോയി, 2 ഡിലീറ്റ് ആയി പോയി. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്,
പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി ഞാൻ പറയണ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെന്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ നോക്കാം. എസ് ഡോട്ട് റിമൂവ് ഓഫ്, ഞാനിപ്പോ എന്ത് കൊടുത്തു? ഇതിനകത്ത് 7 കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ സെറ്റിനെ ഞാൻ പ്രിന്റ് ചെയ്യുവാണ്. അപ്പൊ എന്ത് ഡിലീറ്റ് ആയിപ്പോയി? 7 ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ ഒരു പെർട്ടിക്കുലർ എലമെന്റ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക? ഏത് ഫംഗ്ഷനാ യൂസ് ചെയ്യുക? റിമൂവ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആ ഇനി മൊത്തം എലമെന്റും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ നമ്മൾ എസിലൊക്കെ കണ്ട പോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്ലിയർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എസ് ഡോട്ട് ക്ലിയർ എന്ന് കൊടുത്താൽ മതി. ഇനി ആ സെറ്റ് മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യും, എലമെന്റ് മാത്രമല്ല സെറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെല് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താൽ മതി. അതൊക്കെ എന്തിലത്തെ പോലെ തന്നെയാണ്, ലിസ്റ്റിലത്തെ പോലെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ആ ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് ചെയ്ത് നോക്കുക. ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിനകത്തോട്ട് വാല്യൂസ് എൻ്റർ ചെയ്തിട്ട് ഒന്ന് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം, പിന്നെ ഫങ്ഷൻസ് അപ്ലൈ ചെയ്യും. ഇത്രയൊന്ന് ചെയ്ത് കഴിയുമ്പോ പറയട്ടോ. മറ്റേ ഇത് പറ്റൂല ഇതിനകത്ത്? ഏതാ? മറ്റേ ഈ ഏ ഡോട്ട് പോപ്പ് ഐറ്റം അത് ഇല്ല, പോപ്പ് ആയിട്ട് ഡിക്ഷണറിയിൽ വരുന്നതാണ്. ഇതിൽ വരില്ല അല്ലേ? ഇല്ല, ഇതിൽ പോപ്പ്.
ചെയ്ത് കഴിയുമ്പോ പറയണേ. ചെയ്തു. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് റിമൂവ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഓൾറെഡി 7 ഉള്ളത് കൊണ്ട് എന്തായിട്ടുണ്ട്, 7 ഡിലീറ്റ് ആയി റിമൂവ് ആയി പോയിട്ടുണ്ട് അല്ലെ. ഇനി അതിനകത്ത് ഇല്ലാത്തൊരു എലമെന്റ് ആണ് റിമൂവ് വെച്ച് ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. നോക്കാം, ഞാൻ എസ് ഡോട്ട് റിമൂവ്, ഇപ്പൊ ഞാൻ 10 ഇപ്പൊ എന്തില്ല, ഈ സെറ്റിനകത്ത് ഒരു മെമ്പർ എലമെന്റ് എറർ വന്നു അല്ലെ. കാരണം എന്താ, 10 പറയുന്ന എലമെന്റ് ഇപ്പൊ ഈ ഒരു സെറ്റിനകത്ത് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, എറർ വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഡിസ്കാർഡ് എന്നുള്ള ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഡിസ്കാർഡ് 10 ആണ് കൊടുക്കുന്നതെങ്കിൽ ആ 10 പറയുന്ന വാല്യൂ അതിനകത്ത് ഉണ്ടെങ്കിൽ എന്താവും, അത് ഡിലീറ്റ് ആയി പോകും. ഇനി ഇല്ലാത്തൊരു വാല്യൂ ആണ് ഡിസ്കാർഡിനകത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എറർ ഒന്നും വരില്ല, പകരം എന്ത് ചെയ്യില്ല, ഡിലീറ്റ് ആയി പോവാനും ഒന്നുമില്ല അല്ലെ. അതുവരെ എന്താണോ, ഏത് സെറ്റ് ആണോ ഉള്ളത് ആ സെറ്റായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയി കിട്ടുന്നത്. അപ്പൊ റിമൂവും ഡിസ്കാർഡും നമുക്ക് സെയിം ഫംഗ്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് ഏത്, റിമൂവും ഡിസ്കാർഡും. പക്ഷെ നമ്മൾ അതിനകത്ത് ഇല്ലാത്ത സെറ്റിനകത്ത് ഇല്ലാത്തൊരു എലമെന്റ് ആണ് ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ റിമൂവ് യൂസ് ചെയ്തെങ്കിൽ നമുക്കൊരു എറർ വരും. പക്ഷെ ഡിസ്കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ എറർ ഒന്നും വരില്ല എന്ന് മാത്രം. ഓക്കെ ആണോ? ഓക്കെ, അതാണെന്ത്, റിമൂവും ഡിസ്കാർഡും. ഇനി ക്ലിയർ പറഞ്ഞില്ലേ, ക്ലിയർ പറഞ്ഞല്ലേ. ഇനിയിപ്പം ഏതെങ്കിലും ഒരു എലമെന്റ് ഈ ഒരു സെറ്റിനകത്ത് ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ നോക്കാം, ഇൻ ഓപ്പറേറ്റർ അല്ലെ, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെക്ക് ചെയ്യാം. എങ്ങനെയാ, ഇപ്പം എനിക്ക് 2 എന്നുള്ള എലമെന്റ് സെറ്റിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. എന്ത് ചെയ്താൽ മതി, ഇഫ് 2 കൊടുത്താ പോരെ. ഇഫ് 2 ഇൻ എന്ത് കൊടുക്കുക, സെറ്റിന്റെ പേരെന്താ, എസ് കൊടുത്തു. ഉണ്ടെങ്കിൽ എന്താ, ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, എസ് എന്ന് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് കൊടുക്കുക, നോ എന്ന് കൊടുക്കുക അല്ലെ. അതിന് പറയേണ്ടത് നമ്മുടെ ലിസ്റ്റിന്റെ കേസിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും, എസ് ആയിരിക്കും. കാരണം എന്താ, 2 ഓൾറെഡി ഈ ലിസ്റ്റിനകത്ത് ഒരു മെമ്പർ ആണ്. ഓക്കെ, ഇനി സെറ്റിനെ ട്രാവേഴ്സ് ചെയ്യണമെങ്കിലോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫോർ ലൂപ്പ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിനെ ട്രാവേഴ്സ് ചെയ്യാനും പറ്റും. അതിന് ചെയ്ത് കാണിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ലിസ്റ്റിലും ടപ്പിളിലും ഒക്കെ നമ്മളത് ചെയ്ത് ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത്രയും ആയാലും നമുക്ക് നോക്കാനുള്ളത് കുറച്ച് എന്താ, സെറ്റ് ഓപ്പറേഷൻസ് ആണ് നോക്കാനുള്ളത്. അതായത് നോക്കാം, ഇപ്പൊ എന്റെ ഇപ്പൊ എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ കളയാം. ഇനി ഇതേപോലെ എ എന്ന് പറഞ്ഞിട്ട് വേറൊരു സെറ്റ് കൂടി ഉണ്ട്. രണ്ട് സെറ്റ് ഉണ്ട്. എനിക്ക് ഇവിടെ ഈ രണ്ട് സെറ്റും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ട് സെറ്റും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, യൂണിയൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അപ്പൊ യൂണിയൻ എന്തിനാ യൂസ് ചെയ്യുന്നത്, രണ്ട് സെറ്റിലും മൊത്തം രണ്ടിലും എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ ഔട്ട്പുട്ട് കിട്ടും. ഏത് യൂസ് ചെയ്താല്, യൂണിയൻ കൊടുത്താല്. അപ്പൊ നമ്മൾ എങ്ങനെയാ യൂണിയൻ കൊടുക്കുക, ഇപ്പൊ നോക്കാം, ഞാൻ ഈ രണ്ട് സെറ്റും തമ്മിൽ കമ്പൈൻ ചെയ്യിച്ച് സെറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എസ് എ എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് കൊടുത്തു, എസ് എ ഈക്വൽ ടു ഒന്നാമത്തെ സെറ്റ് ഡോട്ട് യൂണിയൻ ഓഫ് എന്ത് കൊടുത്താൽ മതി, രണ്ടാമത്തെ സെറ്റ് കൊടുത്താൽ മതി. അപ്പൊ ഇപ്പൊ ഈ എസ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരാ ഉണ്ടാവുക, രണ്ടിലുള്ള മൊത്തം എലമെന്റ്സ് ഏതിലുണ്ടാവും, ഈ എസ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടാവും. കണ്ട, ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കും, ബാക്കിയുള്ള എലമെന്റ്സ് ഏതിലുണ്ടാവും, ഈ എസ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടാവും. ക്ലിയർ ആണോ? ഇതാണ് എന്ത്, യൂണിയൻ എന്ന് പറയുന്നത്. ഇനി എസ് ഡോട്ട് യൂണിയൻ ഓഫ് എ എന്ന് കൊടുക്കുന്നതും എ ഡോട്ട് യൂണിയൻ ഓഫ് എസ് കൊടുക്കുന്നതും എന്തുണ്ടാവില്ല, ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അതായാലും തന്നെ ഒരു രണ്ടിലും കോമൺ ആയിട്ട്, അല്ലെങ്കിൽ രണ്ടിലുള്ള മുഴുവൻ ഡാറ്റാസ് ആയിരിക്കും ഏതിൽ വരുന്നത്, എസ് ഡോട്ട് യൂണിയൻ ഓഫ് എ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഇനി അടുത്തതാന്ന് വരുന്നത് ഇന്റർസെക്ഷൻ. യൂണിയൻ എന്ന് പറഞ്ഞ രണ്ടിലുള്ള മൊത്തം എലമെന്റ്സ് വരുമെങ്കിലും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ടിലും ഏതാണോ കോമൺ ആയിട്ടുള്ള എലമെന്റ് ഉള്ളത് ആ കോമൺ എലമെന്റിന് മാത്രം ഔട്ട്പുട്ട് കിട്ടുന്നതാണ് എന്ത്, ഇന്റർസെക്ഷൻ. അപ്പൊ ഇന്റർസെക്ഷൻ എങ്ങനെയാ കൊടുക്കുക, അതിനുശേഷം എന്താ അപ്ലൈ ചെയ്യുന്നത്, ഇന്റർസെക്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്റർസെക്ഷന്റെ പേര് ഇപ്പൊ ജസ്റ്റ് എസ് എ തന്നെ കൊടുക്കുവാണ്.
എസ് എ ഈക്വൽ ടു ഒന്നാമത്തെ സെറ്റിന്റെ പേരെന്ന് ഞാനിപ്പോ എ എന്ന് കൊടുത്തു. എ ഡോട്ട് ഇന്റർസെക്ഷൻ ഓഫ് എന്ത് കൊടുത്താൽ മതി? പി കൊടുത്താൽ മതി. അപ്പം ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇപ്പൊ ഞാൻ പ്രിന്റ് കേൾക്കുന്നില്ലേ? എസ് അല്ലേ? സോറി, യെസ്. ഞാൻ എന്ത് കൊടുത്തു? പ്രിന്റ് എസ് എ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സെറ്റിലും ഏതാണോ കോമൺ എലമെന്റ്സ് ഉള്ളത് അത് മാത്രമായിരിക്കും ഔട്ട്പുട്ട്. രണ്ടിലും ഏതാ കോമൺ? 2ഉം 4ഉം ആണ് രണ്ടിലുള്ളത് അല്ലെ? അപ്പൊ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 2 4 എന്ന് കിട്ടി. ഇനിയിപ്പോ ഞാൻ എ ഇന്റർസെക്ഷൻ ഓഫ് എസ് കൊടുക്കുന്നതും എസ് ഇന്റർസെക്ഷൻ ഓഫ് എ കൊടുക്കുന്നതും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അത് കൊടുത്താലും നമുക്ക് എന്ത് തന്നെയാ വരിക? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് തന്നെയാ വരിക. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ യൂണിയനും ഇന്റർസെക്ഷനും? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് സെറ്റ് ഡിഫറൻസ്. സെറ്റ് ഡിഫറൻസ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നിക്കൽ എ മൈനസ് ബി ഉണ്ട്, അതുപോലെ തന്നെ ബി മൈനസ് എയും ഉണ്ട്. അപ്പം എ മൈനസ് ബി എന്താ? എ മൈനസ് ബി എന്ന് പറയുന്നത് എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ് ആണ് എന്ത്? എ മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബി മൈനസ് എയോ? ബി മൈനസ് എ എന്ന് പറയുന്നത് ബിയിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ് ആണ് എന്ത്? ബി മൈനസ് എ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ യൂണിയന്റെയും ഇന്റർസെക്ഷന്റെയും കേസിൽ പറഞ്ഞിട്ടുണ്ട്. എസ് ഡോട്ട് യൂണിയൻ ഓഫ് എ എന്ന് കൊടുക്കുന്നതും എ ഡോട്ട് യൂണിയൻ ഓഫ് എസ് കൊടുക്കുന്നതും സെയിം ആണ്. അതേപോലെ തന്നെ എ ഡോട്ട് ഇന്റർസെക്ഷൻ ഓഫ് എസ് കൊടുക്കുന്നതും എസ് ഡോട്ട് ഇന്റർസെക്ഷൻ ഓഫ് എ എന്ന് കൊടുക്കുന്നതും സെയിം ആണ്. ഔട്ട്പുട്ട് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡിഫറൻസിന്റെ കേസിൽ അങ്ങനെ സെയിം അല്ല. അതായത് ഇപ്പൊ ഞാൻ എ മൈനസ് എസ്, അല്ലെങ്കിൽ ഇപ്പൊ രണ്ട് സെറ്റ് എസും എ ആണുള്ളത് അല്ലെ? അപ്പൊ ഞാൻ എ മൈനസ് എസ് ചെയ്യുന്നതും എസ് മൈനസ് എ ചെയ്യുന്നതും ഒന്നായിരിക്കും? ഇല്ല അല്ലെ? ഇപ്പൊ എസ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? എസിലുള്ളതും എയിലില്ലാത്തതും. അപ്പൊ നമ്മൾ എങ്ങനെയാ സെറ്റ് ഡിഫറൻസ് കാണുക എന്നുള്ളത് നോക്കാം. ഞാൻ എസ് മൈനസ് എ ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ എന്ത് കൊടുത്തു? എസ് മൈനസ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു ഒന്നാമത്തെ സെറ്റ് ഫസ്റ്റ് എന്താ? എസിലുള്ളതും എയിലില്ലാത്തതും. അപ്പൊ എന്ത് കൊടുക്കുക? എസ് ഡോട്ട് ഡിഫറൻസ് ഓഫ് എന്ത് കൊടുത്താൽ മതി? ബി എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? എയിലുള്ളതും ബിയില് ഇല്ലാത്തതും. ഞാൻ ഇതിന് ബി എന്നുള്ള പേര് കൊടുക്കുകയാണ്. പ്രിന്റ് ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് ഡോട്ട് ഡിഫറൻസ് ഓഫ് ബി ആയതുകൊണ്ട് അതിന്റെ ഇതെന്താ മീനിങ്? എന്താ? എസ് മൈനസ് എ ആണ് അല്ലെ? എസ് മൈനസ് എ. ഓ, ബി അല്ല കേട്ടോ, എ ആണ്. രണ്ടാമത്തെ സെറ്റിന്റെ പേരെന്താ? എ ആണ്. അപ്പൊ നോക്കിയേ, 9 6 7, അതായത് എസിലുള്ളതും ബിയിൽ ഇല്ലാത്തതും. 2 ബിയിലുണ്ട്, അപ്പൊ അത് വരൂല. 4 ബിയിലുണ്ട്, അത് വരില്ല. 7 ഇല്ല, 9 ഇല്ല, 6 ഇല്ല. അപ്പൊ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 9 6 7 കിട്ടി. അതാണ് എന്ത്? എസ് മൈനസ് എ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ സി ഈക്വൽ ടു എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എ മൈനസ് എസ് ആണ്. അപ്പൊ എ മൈനസ് എസ് എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കണം? ആദ്യം എന്ത് കൊടുക്കണം? എ കൊടുക്കണം. ഡോട്ട് ഡിഫറൻസ് ഓഫ് എന്ത് കൊടുത്താൽ മതി? എസ് കൊടുത്താൽ മതി. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? എസ് മൈനസ് എ ആണ്. എസ് മൈനസ് എ. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? പ്രിന്റ് സി. ഔട്ട്പുട്ട് എ മൈനസ് എസ് അല്ലേ? എ മൈനസ് എസ് ആണ് കേട്ടോ. എ മൈനസ് എസ്. എ മൈനസ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ളതും എസിൽ ഇല്ലാത്തതും. അപ്പൊ ഏതൊക്കെ എയിലുണ്ട് എസിൽ ഇല്ല എന്ന് പറയുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1 3 5 ആണ്. 1ഉം 3ഉം 5ഉം എയിലുണ്ട്, പക്ഷെ ഇത് ഏതിലില്ല? എസിലില്ല. അപ്പൊ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 3 5 കിട്ടി. ഇതാണ് എന്ത്? ഡിഫറൻസ്, സെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും ക്ലിയർ ആണോ? യൂണിയനും ഇന്റർസെക്ഷനും സെറ്റ് ഡിഫറൻസും. ഓക്കെ, അപ്പൊ അത് മൂന്നും ചെയ്ത് നോക്കിയേ.
കഴിഞ്ഞാ പറയണേ. ആ കഴിഞ്ഞു. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ യൂണിയൻ പോലെ തന്നെ, യൂണിയൻ എന്തിനാണ് രണ്ട് സെറ്റ് തമ്മിൽ കമ്പൈൻ ചെയ്യിക്കാനാണ് അല്ലെ. അപ്പൊ യൂണിയൻ പോലെ തന്നെ നമുക്ക് രണ്ട് സെറ്റ് തമ്മിൽ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ ആണ് എന്ത്, അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ നോക്കാം, ഞാൻ യൂണിയന് പകരം ഇപ്പൊ ഇവിടെ എന്താ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അപ്ഡേറ്റ് ആണ്. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഒന്നാമത് സെറ്റിന്റെ പേര് കൊടുത്തു, എസ് ഡോട്ട് അപ്ഡേറ്റ്സ് ഓഫ്, എന്ത് ചെയ്തു, രണ്ടാമത്തെ സെറ്റിന്റെ പേര് കൊടുത്തു, എ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ എസ്സിനെ പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിന്റ് എസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, എസ് എന്ന് പറഞ്ഞ സെറ്റിലോട്ട് ആര് കൂടി വരും, എ എന്ന് പറയുന്ന സെറ്റ് കൂടി വരും. ഓക്കെ. അപ്പൊ യൂണിയനും അപ്ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യൂണിയൻ വെച്ചാണ് നമ്മൾ കമ്പൈൻ ചെയ്യിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പുതിയൊരു സെറ്റ് ആണ് ക്രിയേറ്റ് ആവുന്നത്, അല്ല രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യിച്ചിട്ടുള്ള പുതിയൊരു സെറ്റ് ആണ് ക്രിയേറ്റ് ആവുന്നത്. പക്ഷെ നമ്മൾ അപ്ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്യിക്കുന്നതെങ്കിൽ ഓൾറെഡി ഉള്ള സെറ്റ്, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിലോട്ട് മറ്റേ ലിസ്റ്റ് എലമെന്റ് ആഡ് ആവുക ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം എസ് എന്ന് പറയുന്ന സെറ്റ് ഇവിടെ എന്താവുന്നു, ചേഞ്ച് ആവുന്നു അല്ലെ, പുതിയ ലിസ്റ്റിലോട്ട് നമുക്ക് ചേഞ്ച് ആവുക ചെയ്യുന്നത്. പക്ഷെ യൂണിയൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത രണ്ട് സെറ്റ് എന്താവുന്നില്ല, ചേഞ്ച് ആവുന്നില്ല, പകരം മൂന്നാമതൊരു സെറ്റ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ആ ഓക്കെ. ഇതാണ് എന്ത്, യൂണിയനും അപ്ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഈ സെറ്റിന്റെ നോട്ടും അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാനുള്ളത് കോംപ്ലക്സ് കളക്ഷൻ ഐറ്റം ആണ്. കോംപ്ലക്സ് കളക്ഷൻ ഐറ്റം എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു കളക്ഷൻ ഐറ്റത്തിന്റെ ഉള്ളിൽ വേറൊരു കളക്ഷൻ ഐറ്റം വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് കളക്ഷൻ ഐറ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് സ്റ്റുഡന്റ് മാർക്ക്, കുറെ സ്റ്റുഡൻസിന്റെ മാർക്ക് ഉള്ള ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഇപ്പൊ സ്റ്റുഡന്റ് മാർക്ക് ഞാൻ എസ് ചെയ്യുന്നില്ല, വേരിയബിൾ നെയിം കൊടുത്തു. എനിക്ക് ഡിക്ഷണറി ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് കൊടുത്തു, ഒന്നാമത്തെ സ്റ്റുഡന്റിന്റെ പേര് അനു. ഓക്കെ. അനുവിന് കിട്ടിയ മാർക്ക് എന്ത് ചെയ്തു, കോളൻ ഇട്ടു, അനുവിന് കിട്ടിയ മാർക്ക് കൊടുത്തു, കോമ, രണ്ടാമത്തെ ആളെ പേര് എന്ത് കൊടുത്തു, അജു എന്ന് കൊടുത്തു, അജുവിന് കിട്ടിയ മാർക്ക് കൊടുത്തു. ഇനി അടുത്ത ആളെ പേര് മീനു എന്ന് കൊടുത്തു, മീനുവിന് കിട്ടിയ മാർക്ക് കൊടുത്തു. ഓക്കെ. അപ്പൊ എനിക്ക് ഇവിടെ ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റിന് കിട്ടിയ മാർക്കേ കൊടുക്കാനുള്ളൂ എങ്കിൽ ഇത് ഓക്കെ ആണ്. ഇനി ഞാൻ പറയാണ്, എനിക്കിപ്പം അനുവിന് 3 സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് വേണം, അതുപോലെ തന്നെ അജുവിന് 3 സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് വേണം, മീനുവിന് 3 സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് വേണം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ കീ വാല്യൂ പെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റൂല. പറ്റുമോ? പക്ഷെ പറ്റും. എന്ത് ചെയ്താൽ മതി, ഈ രീതിയിൽ ഒറ്റ വാല്യൂ കൊടുക്കുന്നതിന് പകരം ഇപ്പൊ 3 സബ്ജക്റ്റിന്റെ മാർക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ലിസ്റ്റ് ആയിട്ട് നമുക്ക് 3 സബ്ജക്റ്റിന്റെ മാർക്ക് കൊടുക്കാലോ. അപ്പൊ ഞാൻ എന്ത് എടുത്തു, ഈ ഒരു കീ, അനു എന്ന് പറയുന്ന കീന്റെ വാല്യൂ ആയിട്ട് ഞാൻ ഇവിടെ എന്താ കൊടുക്കുന്നത്, ഒരു ലിസ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നോക്കി ഞാൻ എന്ത് ചെയ്തു, 3 മാർക്ക് ഒരു ലിസ്റ്റ് ആയിട്ട് കൊടുത്തു. ഇതേപോലെ നമുക്ക് ആർക്ക് കൊടുക്കാം, അജുവിനും കൊടുക്കാം അല്ലെ. അജുവിന് ഞാനൊരു 3 മാർക്ക് ഇതിന്റെ അകത്ത് ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആർക്ക് കൂടി കൊടുക്കാൻ വേണ്ടി പറ്റും, മീനുവിന് കൂടി കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇവിടെ നോക്കിയേ, ഡിക്ഷണറി എന്ന് പറയുന്ന കളക്ഷൻ ഐറ്റത്തിന്റെ ഉള്ളിൽ ആര് വന്നു, ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കളക്ഷൻ ഐറ്റം വന്നു അല്ലെ. ഒരു കളക്ഷൻ ഐറ്റത്തിന്റെ ഉള്ളില് വേറൊരു കളക്ഷൻ ഐറ്റം വന്നു. ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് കളക്ഷൻ ഐറ്റം എന്ന് പറയുന്നത്.
ഓക്കെ, ഇതിപ്പോ ഞാൻ 3 സബ്ജക്റ്റിലെ മാർക്ക് ഇപ്പൊ 34, 5, 6 എന്ന് കൊടുത്തു. പക്ഷെ എനിക്ക് ഇത് ഏത് സബ്ജക്റ്റിലെ മാർക്കാണെന്ന് ഇത് കണ്ടെങ്കിൽ മനസ്സിലാവുമോ? ഇപ്പൊ 34 എന്ന് പറയുന്നത് ഫിസിക്സിനും 5 എന്ന് പറയുന്നത് കെമിസ്ട്രിക്കും 6 എന്ന് പറയുന്നത് CS-നും കിട്ടിയ മാർക്കാണ്. പക്ഷെ എന്ത് ചെയ്യില്ല, ഇത് ഇങ്ങനെ ലിസ്റ്റിനകത്ത് കൊടുത്തെങ്കിൽ അത് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഏതാണ് സബ്ജക്റ്റ് എന്ന് കൂടി മെൻഷൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ലിസ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റൂല അല്ലെ? അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഡിക്ഷണറി യൂസ് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്താൽ മതി നോക്കാം, ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലിസ്റ്റ് ഇവിടുന്ന് മാറ്റി ഇവിടെ എന്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാണ്, ഡിക്ഷണറി തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. ഡിക്ഷണറി കൊടുത്തില്ല പ്രശ്നം, നമുക്ക് കീ വാല്യൂ പെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ? അതായത് ഫിസിക്സിന് കിട്ടിയ മാർക്ക് 4 ആണ്, അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 8 ആണ്, അതുപോലെ തന്നെ CS-ന് കിട്ടിയ മാർക്കാണ് എത്ര, 9 എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് അടക്കം നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്, ഇപ്പൊ നമുക്ക് ഡിക്ഷണറിന്റെ ഉള്ളിൽ വേറെ ഡിക്ഷണറി ആണ് കൊടുത്തത്, നേരത്തെ എന്താ കൊടുത്തത്, ഒരു ഡിക്ഷണറിന്റെ ഉള്ളിൽ വേറെ ലിസ്റ്റ് ആണ് കൊടുത്തത്. ഇങ്ങനെ ഒരു കളക്ഷൻ ഐറ്റത്തിന്റെ അകത്ത് വേറൊരു കളക്ഷൻ ഐറ്റം വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് കളക്ഷൻ ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആ ക്ലിയർ ആണോ? ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് വെച്ചൊരു പ്രോബ്ലം തരാം, അത് ചെയ്ത് നോക്കട്ടോ. ഞാൻ ഇവിടെ 2 കോംപ്ലക്സ് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉം. ആ ഓക്കെ, ഒന്ന് എസ് എന്ന് പറഞ്ഞിട്ടത്, മറ്റേത് ST എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ, ആദ്യം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ, ഈ ഒന്നാമത്തെ കോംപ്ലക്സ് കളക്ഷൻ ആയിട്ട് ഇല്ലേ, ഇത് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. വാല്യൂ ഇതേപോലെ വേണമെന്നൊന്നുമില്ല, ഇതേപോലെ ഒരു ഡിക്ഷണറിന്റെ അകത്ത് ഒരു ലിസ്റ്റും ലിസ്റ്റിനകത്ത് ഒരു 3 വാല്യൂ വേണം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇതിൽ ഓരോരുത്തർക്കും കിട്ടിയ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കണം. അതായത് അനുവിന് കിട്ടിയ ടോട്ടൽ മാർക്ക് ഈ 3 മാർക്കും തമ്മിൽ ആഡ് ചെയ്യണം, അജുവിന് കിട്ടിയ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 3 മാർക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടേണ്ടത്, അനു ഗോട്ട് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാർക്കും, അജു ഗോട്ട് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞിട്ട് അജുവിന്റെ മാർക്കും മീനുവിന്റെ മാർക്കും. ഈ രീതിയിൽ എനിക്ക് എന്ത് കിട്ടണം, ഔട്ട്പുട്ട് കിട്ടണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ആ ഓക്കെ, അപ്പൊ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ, ഒന്ന് ട്രൈ ചെയ്യാ, കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാം. ഉം.
ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കളക്ഷൻ ഐറ്റം അല്ലെ. എന്തുണ്ട് നമ്മുടെ ഡിക്ഷണറിക്കകത്ത് ലിസ്റ്റ് ആണ് ഉള്ളത്. എനിക്ക് എന്ത് കിട്ടണം? ഇത് രണ്ടിനും ആദ്യം എനിക്ക് അനുവിനെ മാത്രം ഓരോരുത്തരുടെയും കീ കിട്ടണം. അതിനുശേഷം വാല്യൂ എന്ന് പറയുന്നത് ലിസ്റ്റ് ആണ്. അപ്പൊ ആ ലിസ്റ്റ് എലമെന്റിന്റെ സമ്മാണ് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ എസ് എന്ന് പറയുന്ന ഈ ഡിക്ഷണറിയിൽ ട്രാവേഴ്സ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് അതിൽ എന്ത് ചെയ്യണം? കീയും വാല്യൂം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയും വേണം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഫോർ ഗ്രൂപ്പ് യൂസ് ചെയ്യാം. എന്ത് കൊടുത്ത്? ഫോർ. എനിക്ക് കീയും കിട്ടണം, വാല്യൂം കിട്ടണം. അപ്പൊ നമുക്ക് എന്ത് വേണ്ടി വരും? ടപ്പിൾ അൺപാക്കിംഗ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഞാൻ കീക്ക് വേണ്ടത് നെയിം കിട്ടാൻ വേണ്ടിട്ട് നെയിം എന്നുള്ള വേരിയബിളും അതിനുശേഷം എനിക്ക് എന്താ കിട്ടുക? വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ലിസ്റ്റ് ആണല്ലേ, അത് മാർക്ക് ലിസ്റ്റ് ആണ്. സോ ഞാൻ അതിന്റെ പേര് എന്ത് തന്നെ കൊടുക്കുന്നു? മാർക്ക് ലിസ്റ്റ് തന്നെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നെയിമിലോട്ടും ഈ ലിസ്റ്റ് മാർക്ക് ലിസ്റ്റിലോട്ടും വന്നോളും. ഇത് കൊടുത്താൽ മതി. ഇൻ ഡിക്ഷണറിയുടെ പേര് എസ് ആണ്. അപ്പൊ എന്ത് കൊടുത്തു? എസ് കൊടുത്തു. എസ് ഡോട്ട് ഐറ്റംസ് കീയും വാല്യൂ വേണം. സോ എന്ത് കൊടുത്തു? എസ് ഡോട്ട് ഐറ്റംസ് കൊടുത്തു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെയിമും കിട്ടി, മാർക്ക് ലിസ്റ്റിലോട്ട് ആ ഒരു ലിസ്റ്റും വരും അല്ലെ. ഇനിയിപ്പോ നോക്കി, എനിക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര അറിയോ? ഇല്ല, എനിക്കത് കണ്ടുപിടിക്കണം, സമ്മ് കാണണം അല്ലെ. അപ്പം ആദ്യം ടോട്ടൽ മാർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ടോട്ടൽ ഈക്വൽ ടു 0 വെച്ച് എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എനിക്ക് ഈ മാർക്ക് ലിസ്റ്റിൽ ആരുണ്ട്? ഈ ലിസ്റ്റ് മൊത്തം ഉണ്ട്. ആദ്യത്തെ ഇറ്ററേഷനിൽ ഒന്നാമത്തെ ലിസ്റ്റ് വരും അല്ലെ, രണ്ടാമത്തെ ഇറ്ററേഷനിൽ അടുത്ത ലിസ്റ്റ് വരും, പിന്നെ അടുത്ത ലിസ്റ്റ് വരും. അപ്പൊ ഓരോ ഇറ്ററേഷനിലും ഓരോ ലിസ്റ്റ് ആണ് വരും. എനിക്ക് എന്ത് കിട്ടിയാൽ മതി? ഈ ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഫോർ ഗ്രൂപ്പ് യൂസ് ചെയ്യാം. അപ്പൊ എന്ത് കൊടുത്താൽ മതി? ഫോർ. എനിക്ക് മാർക്ക് വരാൻ വേണ്ടി ഞാൻ മാർക്ക് എന്നുള്ള വേരിയബിൾ കൊടുത്തു. ഫോർ മാർക്ക് ഇൻ ഏതിലത്തതാ? മാർക്ക് ലിസ്റ്റ് ആണ്. ലിസ്റ്റിന്റെ പേരെന്താ? മാർക്ക് ലിസ്റ്റ് ആണ് അല്ലെ. മാർക്ക് ലിസ്റ്റിലോട്ടല്ലേ വരുന്നത് ലിസ്റ്റ്. അപ്പൊ എന്ത് കൊടുത്തു? ഫോർ മാർക്ക് ഇൻ മാർക്ക് ലിസ്റ്റ്. അപ്പൊ എന്ത് വരും? ആദ്യം ആദ്യത്തെ ഇറ്ററേഷനിൽ മാർക്കിൽ ആരാ ഉണ്ടാവുക? 34, പിന്നെ 5, പിന്നെ 6 വരും അല്ലെ. അതൊക്കെ എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്? ടോട്ടൽ ഈക്വൽ ടു ചേഞ്ച് ചെയ്യുവാണ്. ടോട്ടൽ എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ പ്ലസ് മാർക്കാണ് അല്ലെ. ആണോ? അപ്പൊ എന്ത് കിട്ടും? ടോട്ടലിൽ എന്ത് കിട്ടും? ഓരോരുത്തരുടെയും ടോട്ടൽ മാർക്ക് കാണും. ലാസ്റ്റ് അതിനെ പ്രിന്റ് ചെയ്യിച്ചാ പോരെ. എന്ത് കൊടുക്കാം? എന്തൊക്കെ പ്രിന്റ് ചെയ്യണം? നെയിമും വേണം, മാർക്കും വേണം. ഞാൻ പറയുന്നത് എനിക്ക് നെയിമും മാർക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ഫോർമാറ്റ് സ്ട്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇപ്പൊ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് നെയിം ഉള്ളത് അല്ലെ. അപ്പൊ ഞാനിപ്പോ അനു ആണെങ്കിൽ അനുന്ന് വരും. ടോട്ടൽ മാർക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു? ടോട്ടൽ എത്രയാണ് ടോട്ടൽ മാർക്ക്? അത് ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു? ടോട്ടൽ മാർക്ക്. ഇപ്പൊ ടോട്ടൽ 25 മാർക്ക് അല്ലെങ്കിൽ ടോട്ടൽ 60 മാർക്ക്, അതിന് അത് വരാമ്പോഴാണ് എന്ത് കൊടുത്തത്? ടോട്ടൽ എന്ന് പറഞ്ഞു കൊടുത്ത് എന്ത് കൊടുത്തു? ടോട്ടൽ മാർക്ക്. ഓക്കെ, നമുക്ക് ഈ റൺ ചെയ്ത് നോക്കാം. നോക്കി എന്ത് കിട്ടി? അനു ഗോട്ട് ടോട്ടൽ 45 മാർക്കും, അജുവിന് എത്ര? 15ഉം, അതുപോലെ തന്നെ മീനുവിന് 23 ആണ് ടോട്ടൽ മാർക്ക്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ? ഇതൊന്ന് ചെയ്ത് നോക്ക്. ചെയ്തോ? ഓക്കെ ആണോ അത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളത്തേക്കുള്ള വർക്കാണെന്ന് നമ്മളിപ്പോ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതില്ലേ ഇതിലിപ്പം ഒരു ഡിക്ഷണറിക്കകത്ത് ലിസ്റ്റ് അല്ല, പകരം ഡിക്ഷണറി തന്നെയാണ് ഉള്ളത്. ഇതിലും എനിക്ക് സെയിം കണ്ടുപിടിക്കണം. അതായത് ഓരോ നെയിമും അവർക്ക് കിട്ടിയ അതിന് കിട്ടിയ ടോട്ടൽ മാർക്ക് ഇതന്നെ ഔട്ട്പുട്ട് ഇതന്നെയായിരിക്കും അല്ലെ. അനു ഗോട്ട് ടോട്ടൽ 45 മാർക്ക് ഇതന്നെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. പക്ഷെ ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ? മറ്റത് ലിസ്റ്റും ഇത് ഡിക്ഷണറിയും ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതെന്താ ചെയ്യാ? നാളത്തേക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, നമുക്ക് അന്ന് ഇവിടെ ക്ലാസ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാം.